എന്തിനാണെന്നറിയോ നമ്മൾ വന്നിരിക്കുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ ആരായാലും ശരി, ഈ യങ്സിന്റെ അടുത്ത് എനിക്ക് ഒരു അഭ്യർത്ഥനയാണ്, ആ ജീവിതം പകുതിക്ക് വെച്ച് നിർത്തരുത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു, വേറെ ആരുമില്ല. അത് മനസ്സിലാക്കുക എല്ലാവരും. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെടുത്ത് ഇത് നിങ്ങൾ പറയും. ഒരു 70 വയസ്സായ ഒരാളാണെന്ന് പറഞ്ഞോളൂ. ഒരു 70 വയസ്സോ 75 വയസ്സായ ആളാണ്. ഞങ്ങൾ നിങ്ങളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇതിന്റെ അപ്പുറം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 20-25 വയസ്സിൽ ഞാൻ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് 2 വീലറിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക്. ഞാൻ 2 വീലർ മെക്കാനിക്കാണ്. എൻ്റെ ഈ വണ്ടിന്റെ ഈ വർക്ക്ഷോപ്പ് സംബന്ധമായിട്ട് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ പോവാത്ത സ്ഥലം ഇവിടെയാണ്. അപ്പൊ ഇത് തീർക്കണം. പുറത്ത് കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക ഒക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ആരോഗ്യം, നമ്മള് വണ്ടിയിൽ നിന്ന് 2 വീലർ മെക്കാനിക്കുമാരാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. വണ്ടി ആക്സിഡന്റ് ആയിട്ട് കാലിൽ നെട്ടുമ്പോൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി. അപ്പൊ ഇനി പറ്റിയെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, തൃശ്ശൂർ മറ്റേ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്, പരമാവധി ഒന്നും പറ്റാതെ നോക്കുക. പ്രായമൊക്കെ ഏജായി വരുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ വണ്ടി ഓടിക്കും, ബുള്ളറ്റ് മാത്രം ഓടിക്കില്ല. അതെ, ബുള്ളറ്റ് മാത്രം ഓടിക്കില്ല. ബുള്ളറ്റ് ഓടുമ്പോൾ പ്രശ്നമില്ല, കാല് കുത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ബാലൻസ് വരുമ്പോൾ, എൻ്റെ വീട്ടിൽ ബുള്ളറ്റ് ഉണ്ട്, മക്കളാണ് ഓടിക്കുക. കാല് കുത്തേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ചവിട്ടുന്ന വണ്ടിയില്ല, സെൽഫ് വണ്ടിയാണ് ഓടിക്കുന്നത്. എൻജോയ് ചെയ്യും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ആരും, പയ്യൻസല്ലേ, എൻജോയ് ചെയ്യും. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ലഹരി ഉപയോഗിക്കരുത്. അത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നശിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിനെയും അത് നശിപ്പിക്കും. എന്താണെന്നറിയോ, നിങ്ങൾ ഇത് പാസ് ചെയ്യും. ഓക്കെ, നല്ലൊരു ന്യൂ ഇയർ മെസ്സേജ്. ഓക്കെ, താങ്ക് യു.